ഹലോ ഹലോ സാർ, നമസ്കാരം സാർ. എന്റെ പേര് ഐശ്വര്യ. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. കേരള സർവകലാശാലയിൽ പൊളിറ്റിക്കൽ സയൻസിലെ അവസാന വർഷ വിദ്യാർത്ഥിയാണ് സാർ. ഞാനിപ്പോൾ കേരള സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ച് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ഭാഗമായി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനാണ് വിളിച്ചത്. അതിനുവേണ്ടി 1 മിനിറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ സാർ. സാർ, നിങ്ങൾ നിയമസഭാ മണ്ഡലം ഏതാണെന്ന് പറയാമോ സാർ? എവിടുന്നാ വിളിക്കുന്നത്? സാർ, തിരുവനന്തപുരത്താണ് സാർ വിളിക്കുന്നത്. പ്രൊജക്ടിന്റെ ബേസ് ചെയ്തിട്ടാണ് സാർ. ട്രസ്റ്റ് സാർ, യൂണിവേഴ്സിറ്റിയാണ് സാർ. കേരള യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ്, പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡന്റ് അല്ലേ? ഓക്കെ പറഞ്ഞോളൂ. പേരെന്താണ് സ്റ്റുഡന്റ്? സാർ, എന്റെ പേര് ഐശ്വര്യ എന്നാണ് സാർ. ഏത് കോളേജാണ്? സാർ, ഇങ്ങനെ ഇൻഫർമേഷൻ നമ്മൾ സാറിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല സാർ. അങ്ങനെയാണ് എന്റെ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഹലോ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ആണെന്ന് ഉറപ്പാണല്ലേ? അതെ സാർ, ഉറപ്പാണ്. അതെ സാർ. ചെങ്ങന്നൂർ, ഹരിപ്പാട്, കായംകുളം, കുട്ടനാട് ഏതെങ്കിലും നിയമസഭാ മണ്ഡലം സാറിന്റെ ആണോ? ചെങ്ങന്നൂർ. ഓക്കെ സാർ. സാറിന്റെ നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പേര് പറയാം. സാറിന് ഇത് അവരുടെ നെയിം അറിയാമെങ്കിൽ അതേന്നും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാമോ? KT ശ്രീകുമാർ കേട്ടിട്ടുണ്ടോ സാർ നെയിം? KT ശ്രീകുമാർ കേട്ടിട്ടുണ്ടോ നെയിം? ഇല്ല. ഇത് എന്തായിട്ട് മത്സരിക്കുന്നത്? MLA ആയിട്ട് മത്സരിക്കാനുള്ളതാണോ? സാർ, നമുക്ക് സർവേ ആണ് സാർ, പ്രൊജക്ടിന്റെ ബേസ് ചെയ്ത്. സോ ലാസ്റ്റ് ഇയർ പ്രൊജക്ട് ആണ് സാർ, അതുകൊണ്ടാ സാർ. അല്ല, ഇപ്പൊ മത്സരിക്കുമെന്ന് പറയുമ്പോ കുറെ ടൈപ്പ് മത്സരം ഉണ്ടല്ലോ. പാർലമെന്റിലോട്ടുണ്ട്, നിയമസഭയിലോട്ടുണ്ട്, LSGDയിലോട്ടുണ്ട് അല്ലേ? നിയമസഭാ മണ്ഡലത്തിൽ. KP ശ്രീകുമാറോ? ഇല്ല, അങ്ങനെ കേട്ടിട്ടില്ല. ആളെ കേട്ടിട്ടേ ഇല്ല. ഓക്കെ സാർ. നെയിം സാറിന് കേട്ടിട്ടുണ്ടെങ്കിൽ ഇണ്ടെന്നും ഇല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞാൽ മതി സാർ. എബി കുര്യാക്കോസ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ സാർ. അബിൻ വർക്കി കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട്. ഓക്കെ സാർ. മരിയ ഉമ്മൻ കേട്ടിട്ടുണ്ടോ? മറിയ ഉമ്മനോ? ഇല്ല. മറിയ ഉമ്മൻ കേട്ടിട്ടില്ല. ഓക്കെ സാർ. അച്ചു ഉമ്മൻ കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ടാണ് സാർ. ഓക്കെ. M ശശികുമാർ കേട്ടിട്ടുണ്ടോ സാർ? ഇല്ല. ഓക്കെ സാർ. നിതിൻ ചെറിയാൻ കേട്ടിട്ടുണ്ടോ? ഏതാണ്? നിതിൻ ചെറിയാൻ കേട്ടിട്ടുണ്ട്. മത്സരത്തിലുണ്ടായിരുന്നല്ലോ ഇത്തവണ നമ്മുടെ ബ്ലോക്കിലേക്ക്. ഓക്കെ സാർ. സാർ നെയിം കേട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ശരി. സജി ചെറിയാൻ കേട്ടിട്ടുണ്ടോ? സജി ചെറിയാൻ പിന്നെ. ഓക്കെ സാർ. MT രമേശ് കേട്ടിട്ടുണ്ടോ സാർ? പിന്നെ ഉണ്ട്. ഓക്കെ സാർ. PS ശ്രീധരൻ പിള്ളാരി കേട്ടിട്ടുണ്ടോ? PS ശ്രീധരൻ പിള്ള ഞങ്ങളുടെ ഇവിടെ നിന്നിട്ടുള്ള ആളാ, കേട്ടിട്ടുണ്ട്. ഓക്കെ സാർ. ലാസ്റ്റ് ആയിട്ട് 4 ചോദ്യം കൂടി സാർ. നാളെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ട് സാർ. ഏത് പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യാന്ന് പറയാമോ സാർ? സാറിന് വിരോധമില്ലെങ്കിൽ കോൺഗ്രസ് ആണോ, CPIM ആണോ, BJP ആണോ? ഞാൻ ഇലക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാട്ടോ ഞാൻ അത് ആദ്യം വിളിച്ചപ്പം അങ്ങനെ സംസാരിച്ചേ. ഞാൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു സ്റ്റാഫാണ്. കുഴപ്പമില്ല സാർ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് വോട്ട് ചെയ്തെന്ന് പറയാമോ? സാറിന് വിരോധമില്ലെങ്കിൽ പറഞ്ഞു. 2021 ഞാനിന്ന് വോട്ട് ചെയ്യാൻ പോയില്ല. ഓക്കെ സാർ. സാർ, 2024 തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് വോട്ട് ചെയ്തത് പറയാമോ? 2024 എന്തോ വോട്ടായിരുന്നു സാർ? ആർക്കാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് വോട്ട് ചെയ്ത് പറയാമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിലല്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മിനിറ്റ്. സാറിന് അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി സാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്റെ പോസ്റ്റൽ ബാലറ്റ് ആയിരുന്നു, അത് ഓർക്കുന്നില്ല. എന്താ സാർ? പോസ്റ്റൽ ബാലറ്റ് ആയിരുന്നു, ഓർക്കുന്നില്ല. സാർ, ലാസ്റ്റ് ചോദ്യം കൂടി സാർ. സാറിന്റെ കമ്മ്യൂണിറ്റി ഏതാന്ന് പറയാമോ? കമ്മ്യൂണിറ്റി ഹിന്ദു നായർ. താങ്ക് യു സാർ. താങ്കളുടെ വിലപ്പെട്ട സമയം ചിലവഴിച്ചതിന് നന്ദി. ശുഭദിനം. താങ്ക് യു സാർ. ഓക്കെ.